ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് സേമിയ ഉപ്മാ ഉണ്ടാക്കാം. മിക്കവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയായിരിക്കും. എന്നാലും ഞാനൊരു നല്ല എളുപ്പ വഴിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ സേമിയ ഒന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ ഇരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വെള്ളം ചൂടാക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ടിട്ട് നമ്മളത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾക്കിനി സേമിയ വറുത്തെടുക്കണം. ഇപ്പോൾ വറുക്കാത്ത സേമിയ ആണെങ്കിലാണ് ഇത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിപ്പം സാധാരണ പാക്കറ്റിൽ കിട്ടുന്ന വറുക്കാത്ത സേമിയയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു 2 മിനിറ്റോളം ഇങ്ങനെ ഒന്ന് കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് വരുന്ന വരെയാണ് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ എല്ലാം വറുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ വെള്ളത്തിലോട്ട് സേമിയ ഇടുക. തിളച്ച വെള്ളത്തിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. അതിട്ട് ഒരു 2-3 മിനിറ്റ്, 3 മിനിറ്റിൽ കൂടില്ല, കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം തിളച്ച വെള്ളത്തിലോട്ടാണല്ലോ ഇടുന്നത്. ഞാൻ പിന്നെ ഇതിലോട്ട് പട്ടയും ഏലക്കയും കൂടെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു മണം കിട്ടും നമ്മുടെ സേമിയ ഉപ്മാവ് ഉണ്ടാക്കുമ്പം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എല്ലാം വെന്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കുക. അരിച്ചതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഒന്ന് തണുത്ത വെള്ളം അതിൽ കൂടെ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം, കൂടുതൽ വേവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ബട്ടറോ നെയ്യോ എണ്ണയോ എന്ത് വെച്ചാൽ ചേർക്കാം. അതിനുശേഷം ഞാൻ കടുക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴണ്ടതിന് ശേഷം ഇതിലോട്ട് പച്ചമുളക് ചേർക്കുക. പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കുക. നമ്മൾ വേറെ ഒന്നും എരിവിന് വേണ്ടി ചേർക്കണില്ല. അപ്പം പച്ചമുളക് ചേർത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കണം. ഉപ്പ് നമ്മൾ അവിടെ ചേർത്തിട്ടുണ്ട് സേമിയയിൽ, അതുകൊണ്ട് ഇവിടെ ഇച്ചിരി മസാലയ്ക്കും പച്ചക്കറികളൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. പിന്നെ ഞാനിവിടെ ബീൻസും ക്യാരറ്റും അതുപോലെ തന്നെ പച്ചപ്പട്ടാണി ഉണ്ടല്ലോ, അതും കൂടെ ചേർക്കണേ. പച്ചപ്പട്ടാണി ഫ്രഷ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇടുമ്പം പെട്ടെന്ന് വെന്തോളും. അഥവാ നിങ്ങൾക്ക് മറ്റേ ഉണക്കിയിട്ടുള്ള പച്ചപ്പട്ടാണി ആണെങ്കിൽ ഒന്ന് കുതിർത്ത് വേവിച്ചതിന് ശേഷം അവസാനം ഇട്ടാൽ മതി ഇതിലോട്ട്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഗരം മസാല ഇടുക. ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. ഗരം മസാലയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് സേമിയ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പം അത് ഇതിലോട്ട് ചേർക്കാം. അതും കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, മസാലയും സേമിയയും കൂടെ. ഇപ്പോൾ നമ്മൾ സേമിയ കട്ടി പിടിച്ചിരിക്കണ പോലെ തോന്നും, പക്ഷെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് വന്നോളും. ശരിക്കും നന്നായിട്ട് വിട്ടിട്ടാണ് കിട്ടുക, ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. സാധാരണ വെള്ളം ഒഴിച്ച് ഇതെല്ലാം ചെയ്ത് ഇങ്ങനെ ഒരുമിച്ച് വെക്കുന്ന സമയത്ത് കട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇതുപോലെ ഉണ്ടാക്കുന്നെങ്കിൽ ശരിക്കും നല്ല രീതിയിലുള്ള സേമിയ ഉപ്മാവാണ് കിട്ടുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല എന്താ പറയുന്നത്, ഇങ്ങനെ വിടർന്നിട്ട് ഓരോന്നും ഓരോരോ രീതിയിലാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതെ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.